വെൽക്കം ബാക്ക് ടു ആക്സോണസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മുടെ ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. സോ നമ്മളതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. നമ്മൾ 36th ക്വസ്റ്റ്യന് വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി 36th ക്വസ്റ്റ്യന് ഒരു ഓർ ക്വസ്റ്റ്യനും കൂടി അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 36th ക്വസ്റ്റ്യൻ്റെ ഓർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ വാസ് കനിഷ്ക കൺസിഡേർഡ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് റൂളർ ഓഫ് ദി കുഷാന ഡൈനാസ്റ്റി. അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത് ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് നമുക്ക് എവിടെ ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് കിട്ടി. ആരാണ്? കനിഷ്ക എന്ന് പറയുന്നത് ഏത് ഡൈനാസ്റ്റിയിലുള്ള റൂളറാണ്? കുഷാന ഡൈനാസ്റ്റിയിലുള്ള റൂളറാണ് ആര് എന്ന് പറയുന്നത്? കനിഷ്കൻ എന്ന് പറയുന്നത്. കനിഷ്ക എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് റൂളർ ആയിരുന്നു. കാരണം എന്തുകൊണ്ടാണ് അദ്ദേഹം എങ്ങനെ ഗ്രേറ്റ് റൂളറായി എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കാൻ പോകുന്നത്. സോ അതിൽ നമ്മൾ കുറച്ച് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കനിഷ്കൻ്റെ പീരീഡ് എന്ന് പറയുന്നത് ഭയങ്കര ആർക്കിടെക്ചറായിട്ടുള്ളത് മധുര സ്കൂൾ ഓഫ് ആർട്ട്, ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട് എന്നൊക്കെ പറയുന്ന ആർക്കിടെക്ചറിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുള്ള ആളായിരുന്നു. ലിറ്ററേച്ചറിന് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ തരത്തിലും ഫെയർ ആയിട്ടുള്ള ഒരു റൂള് കാഴ്ചവെച്ചിട്ടുള്ള ഒരാളായിരുന്നു ആര് എന്ന് പറയുന്നത്? കനിഷ്ക എന്ന് പറയുന്നത്. കൂടാതെ ബുദ്ധിസ്റ്റ് ഫോളോവർ ആയിരുന്നു. കനിഷ്കന്റെ സമയത്താണ് എന്തുണ്ടാകുന്നത്? മഹായാന ബുദ്ധിസം അല്ലെങ്കിൽ ഹീനയാന ബുദ്ധിസം എന്ന് പറഞ്ഞിട്ടുള്ള ബുദ്ധിസം രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്ന ഹിസ്റ്റോറിക്കൽ ഇവന്റ് നടക്കുന്നത് കനിഷ്കന്റെ ടൈമിലാണ്. സോ അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. Was empire and political integration. Kanishka's rule marked the maximum territorial limits. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അദ്ദേഹത്തിന്റെ കുഷാന എംപയർ മാക്സിമം ടെറിട്ടോറിയൽ ലിമിറ്റിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ സ്ഥലങ്ങൾ ആക്രമിച്ച് അദ്ദേഹം കീഴടക്കിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് പാട്രണേജ് ഓഫ് ബുദ്ധിസം. അദ്ദേഹം എന്താണ്? ബുദ്ധിസത്തിന് പാട്രണേജ് എന്ന് പറഞ്ഞാൽ സ്പോൺസർഷിപ്പ് ടൈപ്പ് ഓഫ് സാധനമാണ്. അപ്പോൾ ബുദ്ധിസത്തിന് സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ പാട്രണേജ് കൊടുത്തിട്ടുള്ള ഒരാളായിരുന്നു ആര് എന്ന് പറയുന്നത്? കനിഷ്ക എന്ന് പറയുന്നത്. സോ ബുദ്ധിസവും കനിഷ്കയും എന്താണ് റിലേറ്റഡ് ആയിട്ടുള്ളത്? ഫാക്ട് നിങ്ങൾ മറന്നു പോകരുത്. നെക്സ്റ്റ് ഷാഗ ഇറ. അദ്ദേഹത്തിന്റെ പീരീഡിലാണ് ഷാഗ ഇറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പീരീഡ് തുടങ്ങുന്നത്. കനിഷ്കന്റെ റൂളോട് കൂടിയിട്ടാണ് ഷാഗ ഇറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ്? ഒരു ഗ്രേറ്റ് റൂളറായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ഹി convened the crucial fourth Buddhist council. അതായത് ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത് ആരുടെ പീരീഡിലാണ്? കനിഷ്കന്റെ പീരീഡിലാണ്. ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത് കനിഷ്കന്റെ പീരീഡിലാണ്. കൂടാതെ തന്നെ ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ എവിടെയാണ് നടക്കുന്നത്? അത് നടക്കുന്നത് കാശ്മീർ ആണ്. കാശ്മീർ ആണ് ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത്. അപ്പൊ തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത് ആരുടെ ടൈമിലാണ്? നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളറാണ് മൗര്യയിലെ റൂളർ, മൗര്യൻ കിങ്ഡത്തിലെ റൂളറാണ് അശോകന്റെ സമയത്താണ്. ആരുടെ സമയത്താണ്? അശോകന്റെ സമയത്താണ് തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത്. അപ്പോൾ ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ കാശ്മീരിൽ വെച്ചിട്ട് കനിഷ്കന്റെ പീരീഡിൽ നടക്കാണ്. കനിഷ്കനായിരുന്നു അത് പ്രിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കനിഷ്കനാണ്. അദ്ദേഹത്തിന്റെ പീരീഡിലാണ് ബുദ്ധിസം എന്തായിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിട്ടുള്ളത്. മഹായാന ബുദ്ധിസം അതുപോലെ തന്നെ ഹീനയാന ബുദ്ധിസം എന്ന് പറയുന്നത്. അദ്ദേഹം ആരുടെ ഫോളോവർ ആയിരുന്നു? മഹായാന ബുദ്ധിസത്തിന്റെ ഫോളോവർ ആയിരുന്നു ആര് എന്ന് പറയുന്നത്? കനിഷ്കൻ എന്ന് പറയുന്നത്. സോ മഹായാന ബുദ്ധിസത്തിന്റെ ഫോളോവർ ആയിരുന്നു ആര്? കനിഷ്കൻ എന്ന് പറയുന്നത്. കൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ സമയത്ത് അദ്ദേഹം ആർക്കിടെക്ചറിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുള്ള ഒരാളായിരുന്നു ആര് എന്ന് പറയുന്നത്? കനിഷ്കൻ എന്ന് പറയുന്നത്. ആർട്ട് ആൻഡ് അതുപോലെ ലിറ്ററേച്ചറിനാണെങ്കിലും ആര് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു? കനിഷ്കൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പീരീഡിലാണ് ഗാന്ധാര ആൻഡ് മധുര സ്കൂൾ ഓഫ് ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്കൾപ്ചറൽ ആർട്ട് വരുന്നത്. ഈ ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട് അല്ലെങ്കിൽ മധുര സ്കൂൾ ഓഫ് ആർട്ട് എന്ന് പറയുന്നത് ആൻഷ്യന്റ് ഇന്ത്യയിൽ തന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഭാഗങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ടും മധുര സ്കൂൾ ഓഫ് ആർട്ടും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? പഠിക്കുമ്പോൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്
ലൈക്ക് നിങ്ങൾക്ക് എടുത്തെടുത്ത് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നിങ്ങളത് കൂടുതൽ ഫോക്കസ് കൊടുക്കട്ടെ, എക്സാമിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് എഴുതാൻ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഹിസ്റ്ററി പോലെയുള്ള ഒരു സബ്ജക്റ്റ്, അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മൊത്തത്തിൽ പെട്ടെന്ന് ഒരു സമയത്ത് പഠിക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഞാൻ പറയുന്നത് ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു തരുമ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യും, കൂടുതൽ ഫോക്കസ് കൊടുത്ത് നിങ്ങൾ പഠിക്കണം. അങ്ങനെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ടും മധുര സ്കൂൾ ഓഫ് ആർട്ടും എന്ന് പറയുന്നത്. അത് രണ്ടും സ്കൾപ്ചറൽ ആർട്ടിന്റെ സ്കൂൾസ് ആയിരുന്നു. അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ആരുടെ പീരീഡിലായിരുന്നു, കനിഷ്കന്റെ പീരീഡിലായിരുന്നു. അപ്പൊ ഇതാണ് നമുക്ക് എന്ത് പറയാനുള്ളത്, കനിഷ്കനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ കനിഷ്കൻ എന്ന് പറയുന്നത് ബുദ്ധിസത്തിന് പാട്രണൈസ് ചെയ്തിട്ടുള്ള ആളാണ്, ഒരു ഗ്രേറ്റ് റൂളറായിട്ട് അറിയപ്പെടുന്നത് നമ്മൾ ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സുകൾ കൊണ്ടാണ്. ക്ലിയർ? ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Describe the main points of the agreement between the Mughals and Bijapur during ഷാജഹാൻ reign. അതായത് ഷാജഹാന്റെ സമയത്തുള്ള മുഗൾസിന്റെ അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു മുഗൾസ്. അത് ബീജാപ്പൂരിനെ സംബന്ധിച്ചിടത്തുള്ളതായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീജാപ്പൂരിന് 1600 ഏത് പീരീഡിലാണ് നമ്മൾ പറഞ്ഞത്, ബീജാപ്പൂരിനെ അനക്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളത് ഉണ്ടായിരുന്നല്ലോ. സോ നമ്മൾ അത് ആരുടെ പീരീഡിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഡെക്കാൻ കോൺഫ്ലിക്റ്റ് ഔറംഗസീബിന്റെ സമയത്താണ്. അപ്പോൾ ഈ ബീജാപ്പൂറുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളും നിലനിൽക്കുന്നത് എന്നു മുതൽ തന്നെ ഉണ്ട്, ഷാജഹാന്റെ പീരീഡിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ബീജാപ്പൂരിലെ റൂളർ ആയിട്ടുള്ള ആരാണ്, ബീജാപ്പൂരിലെ റൂളർ എന്ന് പറയുന്ന ആദിൽ ഷായുമായിട്ട് ആര് എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഷാജഹാന് എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാജഹാന്റെ ആ ഒരു എഗ്രിമെന്റിൽ പറയുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതാണ്, മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദിൽ ഷാ അക്സെപ്റ്റഡ് ദ മുഗൾ എംപറർ ആസ് ഹിസ് സുപ്രീം ഓവർലോഡ്. അതായത് മുഗൾസ് ആണ്, മുഗൾ എംപയർ ആണ് അല്ലെങ്കിൽ എംപറർ ആണ്, ചക്രവർത്തിയാണ് എന്തെന്ന് പറയുന്നത് കംപ്ലീറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. മുഗൾ സുസെറിനിറ്റി ആര് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബീജാപ്പൂരിലെ റൂളർ ആയിരുന്ന ആദിൽ ഷാ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത് ബീജാപ്പൂർ എഗ്രീഡ് ടു പേ ദ മുഗൾസ് ആൻ എമൗണ്ട് ഓഫ് 20 lakh rupees. അതായത് ഇതിന് പകരമായിട്ട് 20 ലക്ഷം രൂപ അവരെ ആക്രമിക്കാതിരിക്കാനും അവരെ സംരക്ഷിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, 20 ലക്ഷം രൂപ ആർക്ക് കൊടുക്കാന്ന് പറയുന്നുണ്ട്, മുഗൾസിന് കൊടുക്കാമെന്ന് ആര് പറയുന്നു, നമ്മുടെ ആദിൽ ഷാ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആരുമായിട്ടാണ് ഈ ഒരു എഗ്രിമെന്റ് വെക്കുന്നത്, ഷാജഹാനുമായിട്ടാണ് എന്ന് പറഞ്ഞു. ബീജാപ്പൂർ pledged not interfere in the affairs in the neighboring kingdom ഗോൽക്കൊണ്ട. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, മുഗൾസിന് എപ്പോഴും കോൺഫ്ലിക്റ്റ് ഉള്ള 2 ഡെക്കാൻ പ്ലേസസ് ആയിരുന്നു ഏത് എന്ന് പറയുന്നത്, നമ്മുടെ ബീജാപ്പൂരും അതുപോലെ നമ്മുടെ ഗോൽക്കൊണ്ടയും. ബീജാപ്പൂരും ഗോൽക്കൊണ്ടയും അത് ഡെക്കാൻ കോൺഫ്ലിക്റ്റ് നമ്മൾ ആരുടെ പീരീഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഔറംഗസീബിന്റെ പീരീഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് തുടങ്ങുന്ന ഔറംഗസീബിന്റെ പീരീഡിലല്ല, ഒരുപാട് മുന്നേ തന്നെ ഉണ്ട്. കാരണം എന്നും ബീജാപ്പൂരിനെയും ഗോൽക്കൊണ്ടിന്റെയും മേത്തൊരു കണ്ണ്, മുകളിലെ ഒരു കണ്ണ് ആർക്കും ഉണ്ടായിരുന്നു, നമ്മുടെ മുഗൾ കിങ്ഡത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ബീജാപ്പൂരിനെ ഇവരെന്ത് ചെയ്തു, അവരെ അനക്സ് ചെയ്തു, കീഴടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്താണ് ഈ ഒരു എഗ്രിമെന്റ് എന്ത് ചെയ്യുന്നത് ഇവർ വെക്കുന്നത്. ആ സമയത്താണ് ഇനി ഇവരുടെ നെയ്ബറിങ് കൺട്രി ആയിട്ടുള്ള ഗോൽക്കൊണ്ടയുമായിട്ട് എന്തൊരു പ്രശ്നം വന്നാലും അതിൽ ആരും ഇടപെടാൻ വരില്ല, ഇടയിൽ കയറാൻ വരില്ല, ബീജാപ്പൂർ ഇടയിൽ കയറാൻ വരില്ല എന്ന് ആര് പറയുന്നുണ്ട്, ആദിൽ ഷാ പറയുന്നുണ്ട്. ആദിൽ ഷാ കമ്മിറ്റഡ് ടു ഹെൽപ്പിംഗ് ദ മുഗൾസ് ദ കോൺഫ്ലിക്റ്റ് അഗെയിൻസ്റ്റ് ഷാജി ബോൺസ്ലെ. ഷാജി ബോൺസ്ലെ ആരാണ്, ഷാജി ബോൺസ്ലെ ആരാണ്, നമ്മുടെ മറാത്ത കിങ്ഡത്തിന്റെ ആണ്, അതായത് മറാത്ത കിങ്ഡത്തിൽ ഉള്ളതാണ്. അപ്പോൾ അവരുമായിട്ട് ആദിൽ ഷാ കമ്മിറ്റഡ് ഹെൽപ്പിംഗ് ദ മുഗൾ ഇൻ ദെയർ കോൺഫ്ലിക്റ്റ് അഗെയിൻസ്റ്റ് ഷാജി ബോൺസ്ലെ. ഷാജി ബോൺസ്ലെയുമായിട്ടുള്ള അറ്റാക്കിൽ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിൽ നമ്മുടെ ഷാജഹാനെ ആര് ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നു, ആദിൽ ഷയും ആദിൽ ഷാന്റെ ആർമിയും ഹെൽപ്പ് ചെയ്യാമെന്ന് ആർക്ക് വാക്ക് കൊടുക്കുന്നു, നമ്മുടെ മുഗൾ എംപറർ ആയിട്ടുള്ള ഷാജഹാന് വാക്ക് കൊടുക്കുന്നു. ഇതാണ് എന്ത് എന്ന് പറയുന്നത്, നമ്മുടെ ബീജാപ്പൂർ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നത് 38th ക്വസ്റ്റ്യൻ ആണ്. 37th ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി, 38th ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് നോക്കുന്നത്. Explain the key features of the central administration of the Marathas.
മറാത്താസിന്റെ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇതൊരു ചെറിയൊരു പാർട്ടായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, നിങ്ങളെ ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇതെന്താണ്, നിങ്ങൾ പഠിക്കണം. അത് ചെറിയ പാർട്ടാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പൊ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ മറാത്താസ് എന്ന് പറയുന്നത് ആരാണ്? ഇതുകൊണ്ട് ശിവജി ആണ് മറാത്ത റൂള് ഫൗണ്ട് ചെയ്യുന്നത്. ആരാണ്? ശിവജി ആണ് മറാത്ത റൂള് ഫൗണ്ട് ചെയ്യുന്നത്. ഇവർ ഏറ്റവും വലിയ ത്രെട്ടായിരുന്നു ആർക്ക്? മുഗൾസിന് ഏറ്റവും വലിയ ത്രെട്ടായിട്ടുള്ള ഒരു റൂളറോ അല്ലെങ്കിൽ റൂളിംഗ് ഡൈനാസ്റ്റി ആയിരുന്നു ഏത് എന്ന് പറയുന്നത്? മറാത്താസ് എന്ന് പറയുന്നത്. So, Marathas emerged as a vital force under Shivaji in mid-17th century. ഏത് സമയത്ത്? mid-17th centuryയിലാണ് മറാത്താസ് എന്ത് ചെയ്യുന്നത്? ഒരു വൈറ്റൽ ഫോഴ്സ് ആയിട്ട് എമേർജ് ചെയ്ത് വരുന്നത്. നെക്സ്റ്റ്, എസ്റ്റാബ്ലിഷ് ദി അവരെന്ത് ചെയ്യുന്നു? മറാത്ത കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ശിവജി അസ്യൂംഡ് ദി ടൈറ്റിൽ ഓഫ് ഛത്രപതി അപ്പോൺ ഹിസ് കൊറോണേഷൻ. ശിവജി എന്ന് പറയുന്ന റൂളർ അദ്ദേഹം ഛത്രപതി ശിവജി എന്നുള്ള പേരിലാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈറ്റിലാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. എന്നാണ് 1674 അദ്ദേഹത്തിന്റെ കൊറോണേഷൻ പീരീഡിൽ. അദ്ദേഹത്തിന്റെ കൊറോണേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കിങ് ആവുന്ന പീരീഡിൽ അദ്ദേഹം ഛത്രപതി ശിവജി എന്നുള്ള പേരാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ആൻഡ് ഹി വാസ് ദ സുപ്രീം അതോറിറ്റി ഓഫ് ദി കിങ്ഡം. അദ്ദേഹമായിരുന്നു എന്തെന്ന് പറയുന്നത്? സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത്. ഹി കൺട്രോൾഡ് ഓൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അണ്ടർ ഹിം. അദ്ദേഹത്തിന്റെ അണ്ടറിലെ എല്ലാ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയും കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ആരാണ്? നമ്മൾ ഈ പറയുന്ന നമ്മുടെ ശിവജി ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ അണ്ടറിൽ അഷ്ടപ്രധാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിനിസ്റ്റേഴ്സിന്റെ ഒരു കൗൺസിൽ ഉണ്ടായിരുന്നു, അഷ്ടപ്രധാൻ എന്ന് പറയുന്നത്. കിങ്ഡം എന്ത് ചെയ്തിട്ടില്ല? ഗുപ്ത കിങ്ഡത്തിനെ പോലത്തെ ഒന്നും ഡിവൈഡ് ഒന്നും ചെയ്തിട്ടില്ല. ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു. സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ്? കിങ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ അണ്ടറിലാണ് അഷ്ടപ്രധാൻ എന്ന് പറഞ്ഞിട്ടുള്ള മിനിസ്റ്റേഴ്സ് വരുന്നത്. അതിൽ അമാത്യ എന്ന് പറയുന്നതായിരുന്നു മെയിൻ മിനിസ്റ്റർ എന്ന് പറയുന്നത്. റവന്യൂ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത് അമാത്യ ആയിരുന്നു. അതുപോലെ ഒരുപാട് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ഇദ്ദേഹത്തിന്റെ പീരീഡിൽ 2 ടാക്സുകൾ ഉണ്ടായിരുന്നത്. ഒന്ന് സർദേശ് മുഖി, കൂടാതെ തന്നെ ചൗത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ടാക്സ് കൂടി ഉണ്ടായിരുന്നു. ചൗത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ടാക്സ് കൂടി ഉണ്ടായിരുന്നു. ഇതാണ് നമുക്ക് ആരെ കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ മറാത്താസിനെ കുറിച്ച് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബക്ഷി ഇൻ ദി മുഗൾ അഡ്മിനിസ്ട്രേറ്റീവ് അപ്പാരറ്റസ്. അതായത് ഒരു മുഗൾ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ മുഗൾ അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ ഡൽഹി സുൽത്താനേറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷനും എന്ത് തന്നെയാണ്? രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം മുഗൾ അഡ്മിനിസ്ട്രേറ്റീവ് അപ്പാരറ്റസ്, അതിൽ ബക്ഷിയുടെ റോൾ എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തുകൂടി ചെക്ക് ചെയ്യുന്നുണ്ട്? ഈ മുഗൾ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് എന്നുള്ളത് കൂടി നമ്മൾ ഇന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. കാരണം മുഗൾ അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. 2 മാർക്ക് ആവാം, 3 മാർക്ക് ആകാം, മേ ബി അത് നിങ്ങൾക്ക് ഒരു എസ്സേ ആയിട്ട് കൂടി ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ബക്ഷിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. അതെന്താണ്? ഒരു മിലിറ്ററി കമാൻഡ് അല്ലെങ്കിൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ബക്ഷി ഹാഡ് ഡ്യൂട്ടീസ് റിലേറ്റഡ് ടു മിലിറ്ററി കമാൻഡ് ആൻഡ് മെയിൻറ്റെയിനിങ് ഓർഡർ. ബക്ഷി വാസ് ലീഡ് ടു ഇമ്പീരിയൽ ട്രൂപ്സ്. അതായത് ഇമ്പീരിയൽ ട്രൂപ്സ്, മിലിറ്ററി ലീഡ് ചെയ്യുന്ന ആളാണ് ആര് എന്ന് പറയുന്നത്? ബക്ഷി എന്ന് പറയുന്നത്. സപ്രസ് റിവോൾട്ട് ആൻഡ് സക്സസ്ഫുള്ളി ക്രഷ് ദ ത്രെഡ്സ് ഓഫ് മുഗൾ എംപയർ. മുഗൾ എംപയറിന് ഉണ്ടാകുന്ന എല്ലാ ക്രഷും അല്ലെങ്കിൽ എല്ലാ കോൺഫ്ലിക്റ്റും നോക്കുന്ന ആരായിരിക്കും? ബക്ഷി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ മുഗൾ അഡ്മിനിസ്ട്രേഷനിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബക്ഷി ഓഫീസറാണ് ആര് എന്ന് പറയുന്നത്? ഷെയ്ഖ് ഫരീദ് ബക്ഷി എന്ന് പറയുന്നത്. അത് മുഗൾ പീരീഡിൽ ഉണ്ടായിരുന്നതാണ്. ഇനി നമുക്ക് എന്തുകൂടി നോക്കണം? മറ്റുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡുകൾ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. അതിലൊന്ന് മിർ ബക്ഷി എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിൽ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ സുപ്രീം ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ
രാജാവ്, അതല്ല എന്നെങ്കിൽ എംപറർ ആയിരിക്കും. സുപ്രീം ഹെഡ് എന്ന് പറയുന്നത് എംപറർ ആയിരിക്കും. എംപറർ നമുക്ക് ഷാജഹാൻ ആണെങ്കിൽ ഷാജഹാൻ അല്ലെങ്കിൽ ജഹാംഗീർ, ഇവരായിരിക്കും സുപ്രീം ഹെഡ് എന്ന് പറയുന്നത്. ഇവരുടെ അണ്ടറിൽ അല്ലെങ്കിൽ അതിനുശേഷം വക്കീൽ അല്ലെങ്കിൽ വസീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റാണ് ഉണ്ടാവുന്നത്. ആരാണ്? വക്കീൽ അല്ലെങ്കിൽ വസീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതിനുശേഷമാണ് ഈ മിർ ബക്ഷി, മിർ സമാൻ, അതുപോലെ തന്നെ നമ്മുടെ സദർ എന്നുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ വരുന്നത്. സോ മിർ ബക്ഷി ആരാണെന്ന് നമ്മൾ കണ്ടു, മിലിറ്ററി കമാൻഡാണ്. വക്കീൽ അല്ലെങ്കിൽ വസീർ നോക്കുന്നത് നമ്മുടെ മൊത്തം ഇൻചാർജ് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറയുന്നത് ആരായിരിക്കും? വക്കീൽ അല്ലെങ്കിൽ വസീർ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിൽ ബൈറാം ഖാൻ അക്ബറിന്റെ സമയത്ത്, അക്ബറിന് 14 വയസ്സിന് മുമ്പ് അക്ബർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 14 വയസ്സിൽ ഭരണത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അക്ബറിന്റെ റീജൻസി ആയിട്ട് നിലനിന്നിട്ടുണ്ടായിരുന്നത് ബൈറാം ഖാൻ ആയിരുന്നു. അപ്പോൾ അക്ബറിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നതാണ് ബൈറാം ഖാൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് സദർ ഉണ്ട്. ആരാണ്? സദർ അദ്ദേഹം ആരാണ്? അത് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ളതാണ്. സദർ എന്ന് പറയുന്നത് റിലീജിയസ് ഹെഡാണ്. ചാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളും ശരീഅത്തും ഇതൊക്കെ നോക്കി നടത്തുന്നത് ആരായിരിക്കും? നമ്മുടെ സദർ എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ ഹെഡായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. പിന്നെ നമുക്ക് നോക്കാനുള്ളത് വക്കീൽ, വസീർ നമ്മൾ പറഞ്ഞു. കൂടാതെ തന്നെ മിർ സമാൻ ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിർ സമാൻ എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ ഓൾറെഡി ഇത് നോക്കിയിട്ടുള്ളതായിരുന്നു. റോയൽ കർഖാനാസ് അല്ലെങ്കിൽ റോയൽ നമ്മുടെ സ്റ്റോഴ്സ് ഉണ്ടാവില്ലേ, അത് നോക്കി നടത്തുന്നത് ആരാണ്? ഈ മിർ സമാൻ ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എംപറർ ആയിരിക്കും സുപ്രീം ഹെഡ് എന്ന് പറയുന്നത്. പിന്നെ വക്കീൽ അല്ലെങ്കിൽ വസീർ ആയിരിക്കും നെക്സ്റ്റ് വരുന്നത്. പിന്നീട് നമുക്ക് ആരുണ്ട്? മിർ സമാൻ ഉണ്ടായിരിക്കും, അത് മിർ ബക്ഷി ഉണ്ടായിരിക്കും, കൂടാതെ തന്നെ സദർ ഉണ്ടായിരിക്കും. ഇവരാണ് നമ്മുടെ മുഗൾ അഡ്മിനിസ്ട്രേഷൻ്റെ അല്ലെങ്കിൽ മുൽക്കൽ അഡ്മിനിസ്ട്രേഷൻ നോക്കുന്നത് എന്ന് പറയുന്നത്. ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ആണ് മുഗൾ സിസ്റ്റം ഉണ്ടായിരുന്നത്. സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ് മുഗളിൽ ഉണ്ടായിരുന്നത്. സോ ഇത്രയാണ് നമുക്ക് മുഗൾ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇതോടൊപ്പം നമുക്ക് എന്തുകൂടി പറഞ്ഞു പോവാം? നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചിട്ടുള്ള അവരുടെ അഡ്മിനിസ്ട്രേഷൻ ഒന്ന് പറഞ്ഞു പോവാം. അവരുടെ ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ്. അതിൽ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ആര് തന്നെയാണ്? കിങ് തന്നെയാണ്. സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് കിങ് തന്നെ ആയിരിക്കും. കിങ്ങിന് ശേഷം നൊബിലിറ്റി, അതിന് ശേഷമുള്ളതാണ് നൊബിലിറ്റി എന്ന് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ അതല്ല എന്നുണ്ടെങ്കിൽ നൊബിലിറ്റി എന്ന് പറയുന്നത് നോബൽസിന് എന്തുണ്ടായിരുന്നു? അതിൽ കൂടുതൽ ടർക്കിഷ് നോബൽസിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഉലേമാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം കൂടി അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിരുന്നു. കിങ്, നൊബിലിറ്റി, അതുപോലെ തന്നെ ഉലേമാസ് എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗം കൂടി എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ ഡൽഹി സുൽത്താനേറ്റ് അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിരുന്നു. സുപ്രീം അതോറിറ്റി ആരാണ്? കിങ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് നോബിൾസ് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് നൊബിലിറ്റി ആയിരിക്കും. കൂടാതെ ഉലേമാസ് ആയിരിക്കും ചാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ശരീഅത്ത് പോലെയുള്ള കാര്യങ്ങൾ, ഇവരൊക്കെ നോക്കി നടത്തുന്നത് ഉലേമാസ് ആയിരിക്കും. ഇനി ഇതിൽ കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ് കൂടി നമുക്ക് പറയാനുണ്ട്. കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ് കൂടി പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടോപ്പിക് ഇവിടെ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം. മിർ ബക്ഷി എവിടെയുള്ളതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്, മുഗൾ പീരീഡിലുള്ളതാണ്. ഇതിലുള്ള കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിലൊന്നാണ് ദിവാനി അരീസ്. എന്ന് പറയുന്നത് ദിവാനി അരീസ് എന്ന് പറയുന്നത് മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്. അരീസെ മമാലിക് ആയിരിക്കും ഇതിന്റെ ഹെഡ് എന്ന് പറയുന്നത്. അരീസെ മമാലിക് എന്ന് പറഞ്ഞിട്ടുള്ളതായിരിക്കും ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ വേറെയുള്ളൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ദിവാനി റിസാലത്ത് എന്ന് പറയുന്നത്.
ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് കാസി മമാലിക് ആയിരിക്കും. ആരാണ്? കാസി മമാലിക് ആയിരിക്കും ദിവാനി റിസാലത്തിൻ്റെ ഹെഡായിട്ട് വരുന്നത്. കാസി മമാലിക് അല്ലെങ്കിൽ സദർ ആയിരിക്കും ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. പിന്നെയുള്ള നെക്സ്റ്റ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് ദിവാനി ഇൻഷ എന്ന് പറയുന്നത്. ഏതാണ്? ദിവാനി ഇൻഷ. റോയൽ കറസ്പോണ്ടൻസ് നോക്കി നടത്തുന്നതാണ് ദിവാനി ഇൻഷ എന്ന് പറയുന്നത്. അപ്പോൾ ദിവാനി ഇൻഷ, ദിവാനി അരിസ്, ദിവാനി റിസാലത്ത് ഇതൊക്കെ എവിടെ ഉള്ളതാണ്? നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിൽ ഉള്ള അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്ത് മറന്നു പോവത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ്. സോ ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കിയിട്ടില്ലേ, അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നമ്മൾ നമ്മുടെ മറാത്താസിനെ കുറിച്ച് പഠിച്ചു. മറാത്താസിന് അഷ്ടപ്രധാനം ഉണ്ടായിരുന്നു, ശിവജി ആയിരുന്നു ഹെഡ് എന്ന് പറയുന്നത്, ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ളതായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പം കൂടാതെ നമ്മൾ എന്ത് പറഞ്ഞു? മുഗൾ അഡ്മിനിസ്ട്രേഷൻ ജസ്റ്റ് പറഞ്ഞു തന്നു നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളത്. കൂടാതെ നമ്മൾ ഡൽഹി സുൽത്താനേറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ നോക്കി. ഇവരുടെയൊക്കെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് ഗുപ്താസിൻ്റെ അഡ്മിനിസ്ട്രേഷനും മൗര്യാസിൻ്റെ അഡ്മിനിസ്ട്രേഷനും ഒക്കെ പറയുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് വരുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്.